2020 ലോകകപ്പിനായി ഇന്ത്യൻ വനിതാ ടീം UAE-യിലേക്ക് യാത്ര തിരിച്ചു. ഒക്ടോബർ 3-ന് തുടങ്ങുന്ന ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം 4-ാം തീയതിയായിരിക്കും. കേരളത്തിന് അഭിമാനമായി 2 മലയാളി താരങ്ങളും ഇന്ത്യൻ ടീമിൽ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, പറയും. ഗുഡ് മോർണിംഗ് SKN. ഇന്ത്യൻ ടീം ലോക കിരീടം നേടാമെന്ന പ്രതീക്ഷയിൽ UAE-യിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പുരുഷ ടീം അടുത്തിടെയാണ് 2020 ലോകകപ്പ് ചാമ്പ്യന്മാരായത്. അതിന് പിന്നാലെ വനിതാ ടീമും കൂടി ലോകകപ്പ് നേടുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം ഒന്നാകെ. ഒരു കരുത്തുറ്റ ടീം തന്നെയാണ് നമുക്കുള്ളത്. ഇന്ത്യൻ ടീം ഹർമൻപ്രീത് നയിക്കുന്ന ടീമിൽ സ്മൃതി മന്ദാനയും ജിമിമയും അടക്കം മികവുറ്റ താരങ്ങൾ ഏറെയുണ്ട്. കഴിഞ്ഞ തവണ ഇന്ത്യ സെമിയിൽ വീണുപോയി. ഇതുവരെ ഇന്ത്യക്ക് കിരീടം നേടാനായിട്ടില്ല. പക്ഷേ ഇത്തവണ വമ്പൻ അട്ടിമറികളിലൂടെ ഓസ്ട്രേലിയയെയും ഇംഗ്ലണ്ടിനെയും ന്യൂസിലാൻഡിനെയും പോലുള്ള ടീമുകളെയൊക്കെ തന്നെ തോൽപ്പിച്ച് ഇന്ത്യക്ക് ഇത്തവണ കിരീടം നേടാമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഏറ്റവും അഭിമാനകരമായ കാര്യം, നമ്മുടെ 2 മലയാളി താരങ്ങൾ ഇത്തവണത്തെ ഇന്ത്യൻ ടീമിലുണ്ട്. ആശ ശോഭനയും അതുപോലെ തന്നെ സജന സജീവനും. വയനാട്ടുകാരിയാണ് സജന. ആശ തിരുവനന്തപുരംകാരിയും. ആദ്യമായാണ് ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ 2 മലയാളി താരങ്ങൾ, വനിതാ താരങ്ങൾ ഇടം പിടിക്കുന്നത്. സമീപകാലത്ത് സഞ്ജു സാംസൺ അംഗമായ ഇന്ത്യൻ പുരുഷ ടീം ലോകകപ്പ് നേടിയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ മലയാളി താരങ്ങളിലൂടെ ഇന്ത്യക്ക് ആദ്യമായി വനിതാ 2020 ലോകകപ്പ് കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഇന്ത്യയുടെ ആദ്യ മത്സരം 4-ാം തീയതിയാണ്. ന്യൂസിലാൻഡിനെതിരെയാണ് ഈ മത്സരം. അതിനു മുമ്പായി ഇന്ത്യ 2 സന്നാഹ മത്സരങ്ങളും കളിക്കുന്നുണ്ട്. 29-ന് വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് ആദ്യ മത്സരം. 1-ാം തീയതി ദക്ഷിണാഫ്രിക്കയെതിരെയും കളിക്കും. ഈ മത്സരത്തിലൂടെയൊക്കെ തന്നെ ഇന്ത്യക്ക് നല്ല തയ്യാറെടുപ്പുകൾ കിട്ടുകയും 3-ാം തീയതി തുടങ്ങുന്ന 4-ാം തീയതിയിലെ ആദ്യ മത്സരത്തിൽ ജയിച്ചു തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഈ 2 മലയാളി താരങ്ങൾക്കും ഇന്ത്യയുടെ ആദ്യ 11-ലും ഇടം പിടിക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.